വരുന്നുണ്ട്. ഇവിടെയും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ സോഹോ വന്നതിന് ശേഷം പത്മിയർ ഹോമിൽ പോയിരുന്നു. 150 പേരോളം വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കൊട്ടാരക്കരയിലും ചുറ്റുപാടുമുള്ള ചെറുപ്പക്കാരുൾപ്പെടെ പല സ്ഥാപനങ്ങളും ഇപ്പോൾ അതിലേക്ക് വരുന്നുണ്ട്. ഇവിടുന്നുള്ള റിക്രൂട്ട്മെന്റ് വരും. കാരണം ഇത് പല പല സ്ഥാപനങ്ങളാണ് വരിക. സോഹയിൽ വരുമ്പോഴും നമ്മുടെ ഈ നാട്ടിലുള്ള സാധാരണ ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ വീടുകളിൽ നിന്ന് ഉൾപ്പെടെ കുട്ടികൾ പഠിച്ച് നല്ല നിലയിലേക്ക് പഠിച്ച് പുതിയ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. അവർക്കുൾപ്പെടെ റിക്രൂട്ട്മെന്റ് സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചിലർ വന്നിട്ടുണ്ട്. ഇപ്പൊ 500ഓളം സീറ്റ് ഇതോടെ വരുമ്പോൾ IT-യുടെ 450-500 സീറ്റ് ഇപ്പോൾ ഇവിടെ വന്നു. അപ്പൊ ഇത് സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ നാട്ടിൽ നടക്കും എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇനിയും IT പാർക്ക്, ഒരു വലിയ IT പാർക്ക് KIP-യിൽ അതിന്റെ ഫസ്റ്റ് ടെൻഡർ കഴിഞ്ഞ് വേണ്ടത്ര ബിൽഡേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് 1,00,000 സ്ക്വയർ ഫീറ്റ് അധികം ഉണ്ട്. അപ്പം ടെൻഡർ ചെയ്തിട്ട് വീണ്ടും റീടെൻഡർ ചെയ്തു. കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പിന്നെ കൂടുതൽ വേണം. അപ്പൊ അതുകൊണ്ട് വീണ്ടും റീടെൻഡർ ചെയ്തിരിക്കുകയാണ്. അത് വരുമ്പോൾ ഒരു 1,500ഓളം സീറ്റുകളുണ്ടാവും. ഇതൊക്കെ വരുമ്പോൾ ഇവിടെ വിജയിക്കുമോ എന്നുള്ള സംശയം ഇപ്പൊ എനിക്കില്ല, ഡിപ്പാർട്ട്മെന്റുകാർക്കും ഇല്ല. ആദ്യം തുടങ്ങുമ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല, കാരണം പുതിയൊരു സംവിധാനമല്ലേ. പക്ഷെ ഇപ്പൊ തന്നെ ഈ പുതിയ വർക്കിംഗ് ഹോമിന്റെ പകുതിയിലധികം സീറ്റുകൾ പിന്നെ ആളുകൾ എടുത്തിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായ കാര്യം, കൊട്ടാരക്കരയിൽ ചുറ്റുപാടുമുള്ള ചെറുപ്പക്കാർ തന്നെ ഈ സ്ഥാപനത്തിലേക്ക് അവരുടെ സ്ഥാപനം തുടങ്ങാനായിട്ട് വരുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന നമ്മുടെ ഇതിനകത്തൊക്കെ കൂടെ വർക്ക് ചെയ്തവർ തന്നെ എന്നോട് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ 35 സീറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 35 സീറ്റൊക്കെ നിങ്ങൾക്ക് വേണം. അപ്പൊ ഇങ്ങനെ ഇവിടെ എന്താണ് ഇതൊക്കെ കൊണ്ട് ഈ നാടിന് ഗുണം എന്നുള്ള ചോദ്യം ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഗുണമെന്ന് പറഞ്ഞാല് വെളിയത്തുനിന്ന് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചെയ്യുന്ന ചെറുപ്പക്കാരന് ഇവിടെ സ്ഥാപനം തുടങ്ങുന്നുണ്ട്. ഇവിടെ ഇത് പല മേഖലയിലാണ്. ഇപ്പൊ കേരളത്തിലെ ആകെ EV ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ബാറ്ററി റീചാർജിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിലെ ചെറുപ്പക്കാർ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവരും ഇവിടെ തൊട്ടടുത്ത് തന്നെ അവരും ഇവിടെ സ്ഥാപനം തുടങ്ങുന്നു. ഒരു മാസം മുമ്പ്, 3 ആഴ്ച മുമ്പാണ് ഈ ഹെൽത്ത് രംഗത്തെ വാഫേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, അവര് ആറുമുറിക്കടയിലുണ്ട്. 25 പേരോളം ഇപ്പോൾ ഉണ്ട്. അവര് ലോകത്ത് ഈ കാർഡിയോളജിയുടെ മോണിറ്ററിംഗ് ആണ്. ഏത് കാർഡിയോളജി ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുടെയും കാർഡിയോളജി ECG മോണിറ്റർ ചെയ്ത് അതിന്റെ ഫോളോ ചെയ്യുന്ന സ്ഥാപനമാണ്. ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കും. അത് നമുക്ക് ഭാവിക്ക് വലിയ സാധ്യതയാണ് കേരളത്തെ സംബന്ധിച്ചുള്ള. വർക്കിംഗ് ഹോം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ യൂണിറ്റാണ്. ഇനി കുറെ യൂണിറ്റുകൾ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, മറ്റു ക്യാമ്പസുകളുണ്ട്. അപ്പൊ ഈ മേഖലയിലും പരമ്പരാഗത മേഖലയിൽ ഉള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ഇന്ത്യ വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇവിടെ അവരുടെ പ്രവർത്തനം ആരംഭിച്ചു, ക്ലാസ് തുടങ്ങി. നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരെ കുടുംബശ്രീ വഴിയൊക്കെയാണ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കുട്ടികളെ എടുത്തിട്ട് ഡേറ്റ അനോട്ടേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ഇതിനേക്കാൾ കൂടുതൽ അറിയുന്നത് IT മേഖലയിലുള്ളതാണ്. ഡേറ്റ അനോട്ടേഷൻ എന്ന് പറയുന്നത് പരിശീലനം കൊടുത്ത് ഡേറ്റ അനോട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീടിനടുത്ത് തന്നെ ഒരു 20,000 ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 20,000 തൊട്ട് കിട്ടാവുന്ന അതാണ്. 150 പേർക്കെങ്കിലും ആദ്യഘട്ടത്തിൽ ജോലി കൊടുക്കുകയാണ് ഇന്ത്യ വില്ലേജ്. അതിപ്പോ കുളക്കടയിലെ അസാപ്പിലാണ് ഇതിന്റെ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കേരളത്തിലാകെ നടക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ കൊട്ടാരക്കരയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ആളുകൾക്ക് മനസ്സിലാവാനും അവർ കൂടുതൽ ഇത്തരം താല്പര്യത്തോടുകൂടി പ്രവർത്തന രംഗത്ത് വരിക എന്നുള്ളത് കേരളത്തിന്റെ ഭാവിക്ക് വളരെ ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനം ധാരാളം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, കൊട്ടാരക്കരയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ നഴ്സിംഗ് കോളേജ് എത്രയോ വർഷമായിട്ടുള്ള ആഗ്രഹം നഴ്സിംഗ് കോളേജിൽ വന്നു. നിങ്ങളെ ക്യാമ്പസ് പോയിട്ടുണ്ടാവും. 3ാമത്തെ ബാച്ചാണ് ഇപ്പോൾ പഠിക്കുന്നത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വന്നു. എഞ്ചിനീയറിംഗ് കോളേജ് പുതിയ ബാച്ചുകൾ വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് കുട്ടികളുണ്ട് പഠിക്കും, പുതിയ ബാച്ചുകൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ള ചെറിയ കാര്യമല്ല. ഡ്രോൺ എന്ന് പറയുന്ന പുതിയ മേഖലയാണ്. ഡ്രോൺ റിസർച്ച് പാർക്ക് കൊട്ടാരക്കരയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. അവരുടെ ആദ്യ ക്ലാസ് തുടങ്ങുന്നത് കേസ് എന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ ഈ സ്കില്ലിങ്ങുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. നമ്മുടെ പോളിടെക്നിക്കില് അവരുടെ ആദ്യ ബാച്ച് നമ്മുടെ നാട്ടിലെ ഈ ഡ്രോണിന്റെ ടെക്നോളജി പഠിപ്പിക്കുന്ന ഷോർട്ട് ടൈം കോഴ്സുകളുടെ ബാച്ച് ഇപ്പൊ തുടങ്ങും. അതിനും അനുവാദമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ സാധാരണഗതിയിൽ ആളുകളെ സംബന്ധിച്ചൊരു ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയണം. അതിനേക്കാളും കൂടുതൽ നമ്മുടെ രക്ഷകർത്താക്കൾക്ക്, വീട്ടുകാർക്ക്, കുട്ടികൾക്ക് ഇത്തരം സാധ്യതയുണ്ട്, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന ആത്മവിശ്വാസം ഉണ്ടാവും, ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഞാൻ പറയുന്നത് മെഡിക്കൽ ടെക്നോളജിയിൽ നമ്മുടെ സർജിക്കൽ ഈ പ്രധാനപ്പെട്ട സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ പലതും നിർമ്മിക്കുന്ന, അതിന്റെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് നേരത്തെ കഴിഞ്ഞ വർഷം നമ്മുടെ കരിപ്പുറ തുടങ്ങി. ക്ലിയോപെട്ടെന്നാണ് എന്റെ പേര്. ഇത്തരം ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പുതിയവരുടെ അതുണ്ട്, പഴയതുണ്ട്. അപ്പോൾ
ഇതൊക്കെ നമുക്കൊരു മാറ്റമാണ്. ആ മാറ്റം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതെങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവുമെന്നൊക്കെ നോക്കാൻ പുതിയ തലമുറയിൽ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരെത്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായി നിന്ന് നോക്കുക. പുതിയ സോഹോ മിക്കവാറും ആൾക്ക് അറിയാം, കാരണം ഇന്റർനാഷണൽ ആയിട്ട് കമ്പനിയാണ്. പക്ഷെ അത് മാത്രമല്ല, അതുള്ളതുകൊണ്ട് തന്നെ ആങ്കർ സ്ഥാപനമായിട്ട് അതുള്ളതുകൊണ്ട് തന്നെ മറ്റു സ്ഥാപനങ്ങളും ധാരാളം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോ IHRD എഞ്ചിനീയറിംഗ് കോളേജായിട്ട് ടെക്നിക്കൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ പരിപാടി അവരിപ്പോൾ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഇതുപോലെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണുക, ഇത് പ്രോത്സാഹിപ്പിക്കുക, മറ്റു സ്ഥലങ്ങളിലേക്ക് മെസ്സേജ് എത്തിക്കുക. ഇവിടെ തന്നെയും നിങ്ങളുടെ വീക്ഷണത്തിൽ കൂടി എത്തിക്കുമ്പോൾ ഇത് നാട്ടിലെ വളരെ വലിയ ഒരു മാറ്റം ഉണ്ടാക്കുന്നതാണ്. നമുക്കൊക്കെ രാഷ്ട്രീയവും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിലൊക്കെ ഉപരി കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരു നല്ല മോഡലായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് നോക്കുക. എല്ലാവരും കാണുക എന്ന് മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളത്. എല്ലാവർക്കും ഈ കൊട്ടാരക്കരയിലേക്ക് സ്വാഗതം. ഇതുമായിട്ട് മുഖ്യമന്ത്രിയുടെ പരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് നിങ്ങൾ പോകുന്നത് എനിക്കറിയാം. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അവിടെ വീണ്ടും കാണാം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊട്ടാരക്കരയിലെ ഈ വികസന പദ്ധതികളെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ അനുഭവം ഉണ്ടാകുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യമിടുന്ന ഒരു കാര്യം. ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ, ഇന്നത്തെ പരിപാടികളെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ സുധീഷ് ഇവിടെ പറയും. അതിന് മുന്നോടിയായി ആമുഖമായി പറയാനുള്ള ഒരു കാര്യം, കൊട്ടാരക്കരയിൽ 2021 MLA ആയി വിജയിക്കുകയും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായി പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീ KN ബാലഗോപാൽ ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ നമ്മൾ ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി ആകുമ്പോൾ സ്കൂളിന് കെട്ടിടങ്ങൾ കൊടുക്കും, ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും, റോഡുകളൊക്കെ നല്ല നിലയിലാക്കും. ഇങ്ങനെയുള്ള പരമ്പരാഗതമായ കാര്യങ്ങൾക്കപ്പുറത്ത് കൊട്ടാരക്കരയിലെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ഈ നാടിന്റെ ഒരു 4-5 പതിറ്റാണ്ടുകളായുള്ള ഒരു പൊതുവായ അന്തരീക്ഷത്തെ ഒന്ന് മാറ്റിമറിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് MLA-യുടെ ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊട്ടാരക്കരയെ ഒരു IT ഹബ്ബാക്കി മാറ്റാനുള്ള, അല്ലെങ്കിൽ IT അധിഷ്ഠിതമായ തൊഴിലുകളുടെ ഒരു എക്കോ സിസ്റ്റം നമ്മുടെ ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയും അതിനെ തുടർന്ന് നിരവധിയായ സ്ഥാപനങ്ങൾ നമ്മുടെ ഈ മണ്ഡലത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ, വിശദമായ കാര്യങ്ങൾ അയ്യൂബ് സാറിനെ പോലുള്ള ആളുകൾ പറയും, അത് സോഹോയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ITS കമ്പനി, ഏതാണ്ട് എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുന്ന സോഹോ അവരുടെ കേരളത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആരംഭിച്ചത് നമ്മുടെ ഈ കൊട്ടാരക്കരയിലാണ്. നമ്മളുടെ സുസ്ഥിര വികസന സൂചികയുടെ ഏത് ഇൻഡെക്സ് വെച്ച് അളന്നാലും ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഏറ്റവും ഫാസ്റ്റായി വിദ്യാഭ്യാസ രംഗത്തും വൈജ്ഞാനിക രംഗത്തും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി, ഒരു ജില്ലയായി, ഒരു ഗ്രാമമായി കൊട്ടാരക്കര മാറുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര് നല്ല തൊഴിലവസരങ്ങൾ തേടി പുറം രാജ്യങ്ങളിലേക്കും മറ്റു നഗരങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. കേരള ഗവൺമെന്റിൽ ഇനിഷ്യേറ്റീവ് ആണ്. KDS കാർഡിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് ആക്ട് ചെയ്യുന്നത്. ബാലഗോപാൽ സോഹോയിലെ ശ്രീ ശ്രീധരമ്മയായിട്ട് സംസാരിക്കുകയും അതിന്റെ ഫലമായിട്ട് CM-ന്റെ സപ്പോർട്ടോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണിത്. സ്റ്റാർട്ട് ചെയ്ത ഫെസിലിറ്റി ഏകദേശം 40 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ആയിരുന്നു. പുതിയ ഫെസിലിറ്റി 250 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാബുകൾ ഉൾപ്പെടെ
റോബോട്ടിക്സ് ലാബുകൾ, ഇലക്ട്രോണിക്സ് ലാബുകൾ, മെക്കാനിക്കൽ ലാബുകൾ ഉൾപ്പെടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഫെസിലിറ്റിയാണിത്. അപ്പൊ ഇവിടെ റോബോയിന്റെ R&D ടീം കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. നിങ്ങൾ അസിമോ റോബോട്ടിക്സ് പറയുന്ന ഒരു 12 ഇയേഴ്സോളമായിട്ട് റോബോട്ടിക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. കൊച്ചിയിലായിരുന്നു. ഞങ്ങൾ റീസെന്റ് കട്ടാറക്കരയിൽ നമ്മുടെ സോഹോന്റെ AI ക്യാമ്പസിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അഭിമാനിക്കത്തക്ക രീതിയിൽ ബഹുമാനപ്പെട്ട ബാലഗോപാൽ മിനിസ്റ്റർ ധനകാര്യ വകുപ്പുമായി വന്ന് ബന്ധപ്പെട്ടപ്പോൾ ഈ സ്റ്റേഡിയത്തിന് 1 കോടി രൂപ അനുവദിക്കും. യും കുളക്കടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം പുനർനിർമ്മാണം നടത്തിയത് ഒരു വലിയ നേട്ടമാണ് ഞങ്ങളുടെ ഇളകമംഗലം നിവാസികൾക്ക്. ഇങ്ങനെയുള്ള പാലങ്ങളെ വരണം, വന്നെങ്കിലേ നാട് വികസിക്കുള്ളൂ. ലക്ഷം രൂപ ഇവിടെ ഒരു റോഡിന്, ഒരു ഗ്രാമത്തിലെ ഒരു റോഡിന് 18-ാം പടി കോമേസ് റോഡെന്ന രീതിയിൽ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഫോൻസ മീനങ്കാൻ റോഡ് 20 ലക്ഷം രൂപയുടെ ഒരു റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥലത്ത് MLA മന്ത്രിയായപ്പോൾ ഒരു ഹൈടെക് മാർക്കറ്റാണ് പുത്തൂർക്കാർക്ക് സംഭാവന ചെയ്തത്. വലിയ നന്ദി. ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. ആധുനിക കേരളത്തിന് അനുയോജ്യമാകുന്ന രീതിയിലാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒരു നിർമ്മാണം. ബാലഗോപാല സാറ് എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ കുഴിമതിക്കാടും കരിപ്പറ പഞ്ചായത്തിലും ചെയ്തിരിക്കുന്നത്. നമ്മുടെ MLA ധനകാര്യമന്ത്രി കൂടിയായ ബാലഗോപാൽ സാറ് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നതുപോലെ 1,10,00,000 നമ്മുടെ ഗവൺമെന്റ് LPS സ്കൂളിന് അനുവദിക്കുകയും കഴിഞ്ഞ വർഷം ആ ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ പണി കഴിയുകയും ചെയ്തു. ഇത് പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ലാംഗ്വേജ് ലാബാണ്. കുട്ടി CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് നമുക്കിവിടെ സ്ഥാപിക്കാൻ പറ്റും. എല്ലാ പരിമിതികളെയും അതിജീവിക്കാൻ ഉതകുന്ന ഒരു പുതിയ ബിൽഡിംഗ് ആണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ഈ സ്കൂളിന് വേണ്ടുന്ന എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അടങ്ങുന്ന ഒരു കെട്ടിടം നമുക്ക് ഈ ത്രിപുരയികം ദേശത്തിന് ലഭിച്ചിരിക്കുന്നു. വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. നമ്മുടെ MLA മിനിസ്റ്ററുമായ KN ബാലഗോപാൽ അവരുടെ ശ്രമഫലമായി നമുക്ക് ഒരു ബഹുനില കെട്ടിടം കിട്ടിയിരിക്കുകയാണ്. 6ഓളം ക്ലാസ് മുറികളും ഓരോ നിലയിലും ഷീറ്റ് ടോയ്ലറ്റ് സഹിതമുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും കുട്ടികൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതായത് കൊട്ടാരക്കര ജില്ലയിലുണ്ടായിരുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മേലധ്യക്ഷന്മാരും കുറെ വിദ്യാഭ്യാസ പ്രവർത്തകരും എല്ലാം ചേർന്നിട്ടുള്ളൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് നമ്മൾ വിളിക്കുക. അപ്പോൾ ആ ഓൺലൈൻ മീറ്റിംഗിൽ കൊട്ടാരക്കര ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പരിമിതികളുണ്ടാവും, അവരുടെ പ്രതീക്ഷകളുണ്ട്. ഇത് പങ്കുവയ്ക്കാനായിട്ടാണ് ആദ്യമേ അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതുപോലെ അതിന് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും, ഈവൻ LP സ്കൂളുകൾ, പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ITIകൾ, പോളിടെക്നിക്, ഞാൻ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണ ജനവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും മേലധികാരികൾ നിർബന്ധമായും ഈ മീറ്റിംഗ് ഉണ്ടാകുന്നത് നിർബന്ധമായി. അപ്പൊ നമ്മൾ അതിൽ വെച്ചിട്ടാണ് കെയർ കൊട്ടാരക്കര എന്നുള്ളൊരു പ്രോഗ്രാം സത്യം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളെ പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നു. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കൊട്ടാരക്കര ജില്ലയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല,
ഇതൊരു വലിയൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. ഒരു വൈജ്ഞാനികമായ ഒരു മോഡൽ സത്യത്തിൽ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ തെങ്കാശി എന്ന് പറയുന്ന ഒരു സ്ഥലം ഇന്ന് ഇന്ത്യയിൽ ശ്രദ്ധേയമായ ഒരു പേരായി മാറുന്നത് സത്യത്തിൽ സോഹോ എന്ന് പറയുന്ന കോർപ്പറേഷൻ അവിടെ ഒരു പ്രോഗ്രാം തുടങ്ങുകയാണ്. അവിടുത്തെ ഏറ്റവും സാധാരണ നാട്ടുംപുറങ്ങളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും കോഡിങ്ങും പഠിപ്പിച്ചുകൊണ്ടാണ് അവർ IT പ്രൊഫഷണലായിട്ട് കൊണ്ടുവരുന്നത്. ഇതൊരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു സത്യത്തിൽ. എങ്ങനെയാണ് ഒരു റൂറൽ വില്ലേജിനെ ഒരു IT സാങ്കേതിക വിദ്യയുടെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതിന്റെ ഒരു വലിയ പരീക്ഷണമായിരുന്നു തെങ്കാശി നടന്നത്. അപ്പൊ ഇന്ത്യയിൽ അത്തരത്തിലുള്ള പരീക്ഷണം നടക്കുന്ന രണ്ടാമത്തെ സ്ഥലമായിട്ട് കൊട്ടാരക്കര മാറുന്നു. ഇതൊരു സോഹോ എന്ന് പറയുന്ന ഒരു കമ്പനി വരുന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ ഒരു വിഷൻ പ്ലാനിൽ ഒരു വലിയ വ്യത്യാസം കൊണ്ടുവരുന്നുണ്ട്. ദയവായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഇതുപോലെ ഒരു പ്രമുഖ IT കമ്പനിയുടെ ഒരു റിസർച്ച് സെന്റർ ഉണ്ടോ? കേരളത്തിലെ ഏറ്റവും പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ എടുക്കും, അതിലൊരു ഇൻഡസ്ട്രിയൽ പാർട്ട്ണർ ഇല്ല. സത്യത്തില് നമ്മള് ഫോറിൻ യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നതിന്റെ ഒരു കാര്യം, അവിടുത്തെ മുഴുവൻ വിദ്യാഭ്യാസ പ്രക്രിയയും ഇൻഡസ്ട്രി സപ്പോർട്ടറാണ്. എല്ലാ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾക്കും 10 പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ പാർട്ട്നേഴ്സ് ഉണ്ട്. സത്യത്തിൽ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ കൊട്ടാരക്കരയിലെ ഒരു ചെറിയ എഞ്ചിനീയറിംഗ് കോളേജ്, IHRD എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജില് സോഹോയുടെ ഒരു റിസർച്ച് സെന്ററൂടെ ആരംഭിക്കുന്നത്. അപ്പൊ ഇതൊരു ഒരു പുതിയ അനുഭവമാണ്, ഒരു ഇൻഡസ്ട്രി സപ്പോർട്ടഡ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇതിലൊരു ഇന്റേൺഷിപ്പിൽ വരുന്ന കുട്ടി ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഇന്റേൺഷിപ്പ് ലീഡ്സ് ടു പ്ലേസ്മെന്റ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരും. അതൊരു എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമല്ല, ഇതൊരു സംസ്കാരമായിട്ട് മാറുകയാണ്. കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും പോളിടെക്നിക്കലും IT-കളിലും ഇൻഡസ്ട്രികൾ അവര് കുട്ടികളെ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രൊഫഷണലായിട്ട് പരിശീലിപ്പിച്ചു കൊണ്ടുവരുന്ന, അവർക്ക് ആവശ്യമുള്ള സ്കില്ലൊക്കെ കൊടുക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് അത് മാറും. ഇതൊരു വലിയ മൂവ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സോഹോ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷനെ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതല്ല, ഒരുപക്ഷെ ലോകത്താകെ അംഗീകരിക്കപ്പെട്ട ഒരു ഇൻഡസ്ട്രി സപ്പോർട്ടഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊട്ടാരക്കരയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. ഇത് ഞങ്ങളെപ്പോലുള്ള വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് ഭയങ്കരമായിട്ട് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, കേരളത്തിന്റെ ഭാവിയുടെ ഭാവി ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് വലിയ പ്രയോജനം ചെയ്യും. അതാണ് സത്യത്തിൽ നമ്മൾ സോഹോയുടെ വരവോടുകൂടി കൊട്ടാരക്കരയിൽ സംഭവിക്കുന്നത്.